ഉത്തരമുണ്ടെന്ന് പറഞ്ഞ ഹബീബിന്റെ ആ വാക്ക് പാലിക്കാതെ ഹബീബിന്റെ പേരിൽ തമ്മിലടുപ്പിക്കുന്നവനില്ല, ഫിത്നയാക്കുന്നവനില്ല, കൊഞ്ഞനം കാട്ടുന്നവനില്ല. മറിച്ച് സമാധാനത്തിന്റെ അന്തരീക്ഷമാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലുള്ളത്. ഫീഹാ ഐനുൻ ജാരിയ, കുത്തിയൊലിച്ചുകൊണ്ടിരിക്കുന്ന ഹാറുകൾ, പുഴകൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലുണ്ടെന്നുള്ള ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. 4 പുഴകളുണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തില്. ഒന്ന് കള്ളിന്റേത്, മറ്റൊന്ന് തേനിന്റേത്, മൂന്നാമത്തത് പാലിന്റേത്, നാലാമത് ശുദ്ധവെള്ളത്തിന്റേത്. ഈ പുഴകൾ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിന്റെ അയൽക്കാര് തൊട്ടരികിൽ ചെന്ന് നോക്കുന്ന പടച്ചറപ്പ്, കാണാൻ എന്ത് രസമാണ്! കള്ള്, തേന്, പാല്, വെള്ളം. ഇതിൽ നിന്നൊരൽപ്പം കുടിക്കാൻ ലഭിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് മുഅ്മിനീങ്ങൾ സ്വർഗത്തിന്റെ അയൽക്കാർ ആഗ്രഹിക്കുമ്പോ തൊട്ടരികിൽ നിന്ന് റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, കുലൂ വശ്റബൂ, കുടിച്ചു മക്കളെ, തിന്നു മക്കളെ, ഇത് മുഴുവനും നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്ത് വെച്ചതാണ്, ഒരുക്കി വെച്ചതാണ്. അതിന് ചോദ്യമില്ല, പരിധിയില്ല, കണക്കില്ല. ഇഷ്ടം പോലെ തിന്നോളൂ, ഇഷ്ടം പോലെ കുടിച്ചോളൂ എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്ന ആഹാറുകളുണ്ടല്ലോ. എന്റെ വകയൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞില്ല. വഅൻഹാറുൻ ഖംറുൻ ലദ്ദത്തുൻ ലിശാരിബീൻ, സ്വർഗത്തിൽ കള്ളിന്റെ പുഴയുണ്ട്. ആ കള്ളിൽ നിന്ന് ഒരു തുള്ളി ഒരാളെടുത്ത് കുടിച്ചാൽ ആ കുടിക്കുന്നവനിക്ക്, മോതുന്നവനിക്ക് വല്ലാത്ത രസമുള്ള കള്ളാണ് സ്വർഗത്തിന്റെ കള്ള്. വഅൻഹാറുൽ ലബനുൻ, പാലിനാലുള്ള പുഴയുണ്ട്. ആ പാലൊരിക്കലും കെട്ടുപോകൂല, പെരുത്തു പോകൂല, നശിച്ചു പോകൂല. അതുപോലെ വെള്ളവും തേനും. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരാളൊരു തുള്ളി കുടിച്ചാൽ പിന്നീട് ദാഹമില്ല, ക്ഷീണമില്ല. കള്ളു കുടിച്ചവനിക്ക് ലഹരിയില്ല, മസ്തില്ല, ബുദ്ധി നഷ്ടപ്പെട്ടു പോകാറില്ല. ആ പുഴങ്ങനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കുന്നു, എവിടെ നിന്നാണ് ഒലിച്ചു വരുന്നത്? കണ്ടെത്താ ദൂരയിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു വരുമ്പോ തന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം കൂടെയുണ്ട്. ഒരുപാട് പരിചാരകന്മാരാകുന്ന മലക്കുകളുമുണ്ട്. ആവേശത്തോടെ റസൂൽ ആനയിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പുഴ സ്വർഗത്തിൽ കാണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ജിബ്രീലേ, ഇതെവിടെ നിന്നാണ് പൊട്ടി ഒലിക്കുന്നതിന്റെ ഒരു ഉറവിടം എവിടെയാണ്? ഒന്ന് കണ്ടാൽ തിരക്കേടില്ലായിരുന്നു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, നബിയെ കണ്ണടക്കൂ. കണ്ണു ചിമ്മി അല്ലാഹുവിന്റെ ഹബീബ്. ഒരൽപ്പം കഴിഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ കണ്ണു തുറക്കൂ. തുറന്നു നോക്കുന്നു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് അന്ന് വരെ സ്വർഗത്തിൽ കാണാത്ത ഏതോ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതാണല്ലോ പറഞ്ഞത്, ആകാശഭൂമിയേക്കാൾ വിശാലതയുള്ള സ്വർഗം. അവിടെ എത്തി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വലിയൊരു കുബ്ബയുണ്ട് അവിടെ. ഓരോ പള്ളിയുടെ മിനാരങ്ങളുടെ തൊട്ടരികിൽ കാണുന്ന കുബ്ബയില്ലേ എന്ന് മനസ്സിലാക്കിക്കോ. ഈ കുബ്ബക്ക് 4 ഫില്ലറുണ്ട്. ഓരോ ഫില്ലറിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ലാഹുവിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ കുബ്ബയുടെ ചുറ്റുഭാഗത്തും തദീബ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ബിസ്മിയുടെ ബായിന്റെ കാലിൽ നിന്ന് ഒന്നാമത്തെ പുഴ ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നു. അല്ലാഹ് എന്ന ഹായിന്റെ കാലിൽ നിന്ന് രണ്ടാമത്തെ പുഴ പൊട്ടി ഒലിക്കുന്നു. അർ-റഹ്മാൻ എന്ന മീമിന്റെ കാലിൽ നിന്ന് മൂന്നാമത്തെ പുഴയും, അർ-റഹീം എന്ന മീമിന്റെ കാലിൽ നിന്ന് 4ാമത്തെ പുഴയും പൊട്ടി ഒലിക്കുന്നു. സ്വഹാബ സയ്യിദുനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ അതേ മലക്കുകൾ ഇങ്ങനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് എത്തിയത് സ്വർഗത്തിന്റെ മധ്യത്തിലാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ വലിയൊരു വടവൃക്ഷം ഇങ്ങനെ പന്തലിച്ചു കിടക്കുന്നു. അതിന്റെ ചുവട്ടിൽ എന്റെ ഉപ്പാപ്പ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ ഇരുന്നു കൊണ്ട് തസ്ബീഹ് ചൊല്ലുകയാണ്. ദിക്റും തഹ്ലീലും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അൽഹംദുലില്ലാഹ് എന്ന അല്ലാഹുവിനെ ഇടക്കിടക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു.
ആരാണത് ഞങ്ങൾക്കൊന്ന് അറിയണം. ഉടനെ റസൂലുള്ളാഹിന്റെ മറുപടി, സ്വഹാബത്തെ, നിങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ പ്രായത്തിൽ അമ്മിഞ്ഞ നുകർന്നുകൊണ്ടിരിക്കുമ്പോ, തൊട്ടിലിൽ കിടക്കുമ്പോ, ഓടിച്ചാടി രസിക്കുന്ന കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ കൊച്ചുമക്കളുണ്ടോ? ആ മക്കളാണ് സ്വർഗത്തിൽ ഓടി രസിച്ച് കളിക്കുന്നതെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, സന്തോഷിക്കാനായില്ല. ചില മക്കളുണ്ട് ദൂരെ നിൽക്കുന്നു, അവർക്ക് സമാധാനമില്ല, സന്തോഷമില്ല, കളിയും ചിരിയുമില്ല, മറിച്ച് അവരിങ്ങനെ വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സഹാബത്താകെ ചുരുണ്ടുപോയി. ആരാണ് നബിയ മക്കൾ? എന്തിനാണ് ആ മക്കൾ കരയുന്നത്? ഉടനെ റസൂലുള്ളാഹിന്റെ മറുപടി, സ്വഹാബത്തെ, ഈ കുഞ്ഞുമക്കൾ സ്വർഗത്തിലെത്തി നോക്കുമ്പോ അവരുടെ ഉപ്പാനെ സ്വർഗത്തിൽ കാണാനില്ല, ഉമ്മയെ കാണുന്നില്ല, ജ്യേഷ്ഠാനുജന്മാരെ കാണുന്നില്ല, കൂടെ പഠിക്കുകയും കളിച്ച് രസിക്കുകയും ചെയ്ത കൂട്ടുകാരെയും സ്വർഗത്തിൽ കാണാത്തതിന്റെ പേരിൽ ഈ പിഞ്ചുമക്കൾ ഇങ്ങനെ വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചില മക്കൾ ഖാലിഖായ സൃഷ്ടാവാകുന്ന റബ്ബിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴും, പടച്ച റബ്ബേ, എന്റെ ഉപ്പയില്ലാത്ത സ്വർഗം, ഉമ്മയില്ലാത്ത സ്വർഗം, ജ്യേഷ്ഠാനുജന്മാരില്ലാത്ത സ്വർഗം ഞങ്ങൾക്ക് എന്തിനാണ്? അതുകൊണ്ട് ആ ഉപ്പയുടെ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് അയക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ എന്ന് മർക്കട മുഷ്ടിയോട് ഈ പിഞ്ചുമക്കൾ അല്ലാഹുവോട് ചോദിക്കുമ്പോ അല്ല പറയുമ്പോഴും, മക്കളെ, നിന്റെ ഉപ്പയും ഉമ്മയും ജ്യേഷ്ഠാനുജന്മാരും കൂട്ടുകാരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അർഹതപ്പെട്ട ശരീരമാണോ അവർക്കുള്ളത്? അവരെ കൈപിടിച്ചോ, സ്വർഗത്തിലേക്ക് അറിയിച്ചോ എന്നവരോട് പറഞ്ഞ് അല്ല സമാധാനിപ്പിക്കുമെന്ന് മുസ്തഫ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യതൂഫു അലൈഹിം ബിൽദാൻ മുഖല്ലദ്. ചില ബിൽദാൻ മുഖല്ലദൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പിഞ്ചുമക്കളുണ്ട് സ്വർഗത്തിന്റെ അയൽക്കാർ. യതൂഫു, തവാഫ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു, വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഒരു കയ്യിൽ ഭക്ഷണപാത്രമുണ്ട്, മറ്റേ കയ്യിൽ കുടിനീർ പാത്രമുണ്ട്. ഇതിൽ കള്ളുണ്ട്, തേനുണ്ട്, പാലുണ്ട്, വെള്ളമുണ്ട്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? കള്ള് വേണോ, തേന് വേണോ, പാല് വേണോ, വെള്ളം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അയൽക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ നീട്ടിത്തരുന്നു, വാങ്ങിച്ചോ കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കളുടെ കൈപിടിച്ച് ചുംബനം ചെയ്യാനും ആ പഴവർഗ്ഗങ്ങളും കുടിനീരുകളും വാങ്ങി കുടിക്കാനും ഹഖ് സുബ്ഹാനഹു വ തആല സാധുക്കളായ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനെന്ത് വേണമെന്നറിയോ? ഞാൻ നേരത്തെ ആദ്യം ഒരു ആയത്തിട്ട് പറഞ്ഞില്ലെങ്കിൽ മതിയാവൂല. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ അത് ഓർമ്മപ്പെടുത്തിയതാണ്. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച 3 പ്രാവശ്യം ഓതണം. പുണ്യമുണ്ട്, സുന്നത്തുണ്ട്. അതിനൊരുപാട് ഫളായിലുണ്ട്, പറയണ്ടേക്കില്ലാത്ത ഞാൻ പറയുന്നില്ല. ഒന്ന് വെള്ളിയാഴ്ച രാത്രി, ഒന്ന് സുബഹിന്റെ സമയത്ത്, ഒന്ന് പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സമയത്ത്. അല്ലാഹു തആല അതിനെല്ലാം ഭാഗ്യം തരട്ടെ. ഓർമ്മ അല്ലാഹു തആല നമ്മുടെ മനസ്സിലിട്ട് തരട്ടെ. ആ ആയത്തിൽ അവസാനം പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ നാളെ പാരത്രിക ലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ലഖായിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനവന്റെ കഴിവനുസരിച്ച് സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. അവനവന്റെ ആരാധനയിൽ, സൽക്കർമ്മങ്ങളിൽ അല്ലാഹു ഒരാളെയും ശിർക്ക് വെക്കാതിരിക്കട്ടെ, കൂറി ചേർക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ശിർക്കേത്? ഞാൻ ഖുർആൻ ഓതുമ്പോ, നിസ്കരിക്കുമ്പോ, സക്കാത്ത് കൊടുക്കുമ്പോ, അതുപോലെ മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ, ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഹാജിമാരില്ലേ, അവർ മനസ്സിൽ തോന്നല് എന്നെ നാട്ടുകാരുണ്ട് ആചാരേ എന്ന് വിളിക്കണോ? ചെറുക്കണ്ട, അള്ളാഹ് ചെയ്തതല്ല. നമ്മാരെയും അള്ളാഹു അത്തരം കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. ഖുർആൻ ഓതുമ്പോൾ തോന്നുന്നു ഞാൻ വലിയ കൂട്ടുകാരനാണ്, കാണുന്നവനെ ധരിക്കട്ടെ. സക്കാത്ത് കഴിക്കുമ്പോൾ തോന്നുന്നു ഞാൻ വലിയ കുടുതിക്കാരനാണെന്ന് മനസ്സിലാക്കട്ടെ. പ്രവർത്തനം നടത്തുന്ന ചില ചെറുപ്പക്കാരും സാധുക്കളുമുണ്ട്. എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് പത്രത്തിലും വാട്സാപ്പിലും ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നു. നിഷ്ഫലാവും. നീയത് ശരിയില്ലെങ്കിൽ ഒന്നും കിട്ടൂല.
അള്ളാഹ് ചോദിക്കും, ആര് കാണാൻ വേണ്ടി, പ്രശംസിക്കാൻ വേണ്ടി ചെയ്തത്? ഓൻ്റെ അടുത്തേക്ക് പോയിക്കോ. അതാണ് ശിർക്ക്, ഏറ്റവും വലിയ ശിർക്ക്. അള്ളാഹ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم اجعل هذا الشهر شريفا عظيما شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومشايخنا من الديون والمظالم والنار أرحم الراحمين. ഞങ്ങൾ ക്ഷീണത്തോടെ നിന്റെ പവിത്രമാകുന്ന പള്ളിയിൽ, പവിത്രമാകുന്ന രാവുകളും റമദാനിൻ്റെ പകലും ഇവിടെ ഇരുന്നു കൊണ്ട് അല്പം നസീഹത്ത് പറഞ്ഞു. നീ അത് കബൂൽ ചെയ്യണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായി പരസ്യമായി ഇരുട്ടത്തും പകലിലും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മക്കളുടെ മുതലെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫയുടെ ബർക്കത്ത്, അസ്ഹാബുൽ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. ഈ റമദാനിന്റെ ഹുർമത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ ഖരിച്ച് മാപ്പാക്കി തരണേ അല്ലാഹ്. മായിച്ചു തരണേ